അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത്. നമുക്ക് കോഴിമുട്ട വെച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി ഓളൊന്ന് പ്രസ് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ ഇതാ ഞാനിതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനാണ്, എല്ലില്ലാത്ത 4-5 പീസ് ചിക്കൻ എടുക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് അറബിക്ക് സ്പൈസസ് മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അറബിക്ക് സ്പൈസസ് മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ മന്തി മസാല നമുക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അറബിക് സ്പൈസസ് മസാല എന്ന് പറഞ്ഞിട്ട് അത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തന്തൂരി ചിക്കൻ മസാല കിട്ടും വാങ്ങാൻ. അത് ഏത് കടയിൽ നമുക്ക് കിട്ടും കേട്ടോ. അത് വാങ്ങിയിട്ട് അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈര് എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ലോണം കയ്യേറ്റ് തന്നെ നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ മുക്കി പൊരിക്കണില്ല. നമ്മളിത് ഷാലോ ഫ്രൈ ആക്കിയിട്ട് ഗ്രിൽഡ് ചിക്കനൊക്കെ അതേമാതിരിയൊക്കെ പൊരിച്ചെടുക്കണം കേട്ടോ. ഒരു കുറച്ച് എണ്ണയിൽ നമ്മളെ കയ്യിൽ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഒരുപാട് ഓയിൽ ചിലവാകത്തും ഇല്ല. അപ്പോൾ ഇതാ ഞാനിത് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി വെക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് പൊരിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പൊരിക്കണം. അല്ലാന്നുണ്ടെങ്കിലോ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം അങ്ങോട്ട് ഇറങ്ങി വരും. നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഊറി വന്നിട്ട് പിന്നെ കുറേ പണിയാണ് നമുക്കത് വറ്റിച്ചെടുക്കാനൊക്കെ. അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഈ ഒരു രൂപത്തിലും പരുവത്തിലാണ് ആയി വരേണ്ടത്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കട്ടെ. എന്നിട്ട് ഇത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാനുള്ളതാണ്. മിക്സീൻ്റെ ജാറിലിട്ടുകാണ്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ. അത് പേസ്റ്റായി പോവും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ചെറിയ പീസാക്കിയിട്ട് വേണം. നമുക്ക് ചോപ്പറിലിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലിച്ചെടുക്കുക, അല്ലാതെ മിക്സി ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്യരുത്. അത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് നല്ലോണം അരച്ച മാതിരി ആയി വരും. നമുക്കിപ്പോൾ ഞാൻ ഈ കാട്ടുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ ആയി വരേണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ, ഇത് നല്ലൊരു ഗ്രിൽഡ് ചിക്കൻ്റെ ഒക്കെ ഒരു അതേമാതിരി ആയി വന്നിട്ടുണ്ട്. ടേസ്റ്റും അതേയൊക്കെ മാതിരി തന്നെയാണ് കേട്ടോ. പിന്നെ അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു 3/4 കപ്പോളം ചിക്കൻ ഉണ്ടാവും കേട്ടോ. പിന്നെ അത് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചിട്ട് വെച്ചതാണ്. അതും കൂടെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണ ഒരു പണി മാത്രമേ ഇതിന് ഉള്ളൂ, അല്ലാതെ നമ്മൾ വഴറ്റിയിട്ട് എടുക്കേണ്ട പണിയൊന്നുമില്ല. നല്ല അടിപൊളി സ്നാക്സുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇനി ഈ ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻക്ക് പകരം 2 കോഴിമുട്ട പുഴുങ്ങിയിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സവാളൻ്റെ പകുതി മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് വേണ്ട. എന്നിട്ട് അതൊന്ന് നമ്മൾ ഇട്ട് കൊടുക്കുക. കയ്യേറ്റൊന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അല്ലികളൊക്കെ ഒന്ന് വേറെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതൊരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒരുപാട് ഓവറായി പോകണ്ട, 1/4 ഭാഗം തന്നെ മതി. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് 2 തണ്ട് മല്ലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ അതാ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഒരുപാട് കൂടി പോകണ്ട. ഉരുളൻകിഴങ്ങിലും ചിക്കനിലൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ടാവും വേവിച്ചത്. അപ്പോൾ അത് നോക്കി കണ്ടിട്ടൊക്കെ ഇട്ട് കൊടുക്കട്ടെ. പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം നമ്മളെ സ്വന്തം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ചിക്കൻ മസാലയാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2-3 സ്ലൈസ് ബ്രെഡാണ്. എൻ്റെ അടുത്തുള്ള ബ്രെഡ് കുഞ്ഞ ബ്രെഡാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 4 സ്ലൈസ് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ വെള്ളമൊന്നും ഒഴിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത പച്ചക്കറിയിലും ഉരുളക്കിഴങ്ങിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ വേണം നമ്മളിത് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അത് നല്ലോണം ഇതിൽ ബ്രെഡ് തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല, ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ബ്രെഡ് തന്നെ ഇട്ട് കൊടുത്തെന്നുള്ളൂ കേട്ടോ. ബ്രെഡ് ക്രംസ് ആക്കേണ്ട മടിക്കാണ് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തത്. ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് ഇട്ടിട്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇങ്ങനെ ഉരുളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. പിന്നെ ഇത് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആക്കിയെടുക്കട്ടോ. ഞാനിപ്പോൾ ഇത് 2-3 ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേമാതിരി സിലിണ്ടർ ഷേപ്പിലും ഫസ്റ്റ് ആക്കിയെടുത്ത് പിന്നെ ബോളുമായി ആക്കിയെടുക്കുക. നമുക്ക് ഏതൊക്കെ സൈസിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റണോ അതേയൊക്കെ മാതിരി നമുക്ക് ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇതേപോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കോഴിമുട്ട തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കലക്കിയെടുത്താലും മതി കേട്ടോ. ഒരു നുള്ളി ഉപ്പിട്ട് എടുത്തിട്ട്, ഞാനിപ്പോൾ കോഴിമുട്ട ഉള്ളതുകൊണ്ട് കോഴിമുട്ട എടുത്തത് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ കോഴിമുട്ട വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇതേമാതിരി ആക്കിയെടുക്കാൻ കുറച്ച് മതി. ഒരു കോഴിമുട്ടയും ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇങ്ങനെ കലക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നല്ലോണം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് കോഴിമുട്ട ഒന്നും നമ്മളിങ്ങനെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ഒരു കോഴിമുട്ട മതി. അപ്പോൾ അതാ ഇനി ഇത് നമ്മൾ സാധാ കട്ലറ്റൊക്കെ ചെയ്തെടുക്കണ മാതിരി തന്നെ കോഴിമുട്ടയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കട്ടോ. ഇത് 1-2 വട്ടം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്തെടുക്കണുള്ളൂ. അപ്പോൾ ഇതാ എല്ലാതും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടെ. ഇത് ഒരുപാട് നേരം വൈകിയതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. ഒരു 6-10 ആയതിൻ്റെ ശേഷമാണ് കേട്ടോ. മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുക്കാൻ നേരത്താണ് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തത്. ഇപ്പോൾ ഇതെല്ലതും ഇതാ ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഇനി നമുക്ക് ഒരുപാട് വേവിക്കേണ്ട സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ടാവും. നമുക്ക് ഉള്ളിലൊന്നും വേവിച്ചെടുക്കാനില്ലാത്തതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊണ്ട് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു സൈഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് അധികം അങ്ങോട്ട് പൊട്ടി പോകുന്നില്ല. നമുക്ക് ഇത് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണെന്ന് വിചാരിക്കട്ടോ. പക്ഷേ നമുക്കിത് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് നേരിയതിൽ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 4 ഓരോരോ ഷേപ്പിലാക്കി വെച്ച് 4 വീതമാണ് കേട്ടോ ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. ഒന്നിങ്ങനെ ഒരു വളഞ്ഞ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് സിലിണ്ടർ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് ബോൾ ഷേപ്പിലും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലും ഭാവത്തിലൊക്കെ ഇത് ആക്കിയെടുക്കാനും കഴിയും കേട്ടോ. കട്ട്ലറ്റിൻ്റെ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കട്ടോ നമുക്ക്. അപ്പോൾ അതാ ഞാൻ എല്ലാതും ഇതേപോലെ പൊരിച്ച് കോരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് സോസിൻ്റെ കൂടെ, ചമ്മന്തിൻ്റെ കൂടെ, ചട്നീൻ്റെ കൂടെ ഒക്കെ നമുക്ക് നല്ല കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് മിൻറ്റ് ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, തൈരിട്ട് കണ്ടുള്ള എല്ലാവർക്കും അറിയണം തന്നെയല്ലേ. അപ്പോൾ അതിലേക്ക് ഇത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതുവരെ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കും, ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും ഡിഷ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കി കാണിക്കണം എന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോമ്പ് തുറക്കണ നേരത്താണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മളെ സ്നാക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ തിരൂർ.